Higher Secondary First Terminal Second Year Examination 2018-19 Part 3 Physics-ന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. Answer any 6 questions from 60 into 22. Each carry 3 score. Draw the equipotential surfaces around the given charge distribution. രണ്ട് പോസിറ്റീവ് ചാർജ് ആണ്. ഇവിടെ equipotential surface വരയ്ക്കുമ്പോൾ പോസിറ്റീവും തമ്മിൽ എന്താ ഉണ്ടാവുക, റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഭാഗത്തേക്ക് അടുപ്പിച്ച് വരക്കണം, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ റിപ്പൽഷൻ ഉണ്ടാകും. അപ്പൊ നമ്മൾ വരക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് കുറെ അടുപ്പിച്ച രേഖകളും ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് റിപ്പൽഷൻ നടക്കുന്നതിനാൽ കുറച്ച് വിട്ടിട്ടും കാണിക്കുക. ലാസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ ഇവയെ എൻക്ലോസ് ചെയ്തിട്ടും വരക്കുക. അതിലെ ബി ക്വസ്റ്റ്യൻ, എ പോയിന്റ് ചാർജ് പ്ലസ് ക്യൂ is moved inside a spherical shell of radius r carrying a charge q from a point A to another point B which is diametrically opposite. Find the work done in moving the charge from A to B. Give reason. W equal to 0. ഇവിടെ വർക്ക് ഡൺ നമ്മൾ 0 ആയിരിക്കും because potential inside is the same everywhere. 17ാമത്തെ ചോദ്യം, എ മാഗ്നറ്റിക് നീഡിൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആസ് ഇൻ ദ ഫിഗർ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു മാഗ്നറ്റിക് നീഡില് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ നീഡിൽ. ആ നീഡിലിന്റെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് U equal to -mb cos theta. നീഡിലിന്റെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് U equal to -mb cos theta. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, when will the needle be in the most stable position? ഈ അവസ്ഥയിലൊക്കെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നീഡിൽ ഏറ്റവും സ്റ്റേബിൾ ആയ പൊസിഷൻ എന്ന് പറയുന്നത് when theta equal to 0. ഈ ആംഗിൾ 0 ആകുന്ന കണ്ടീഷനിലായിരിക്കും ഈ മാഗ്നറ്റിക് നീഡില് മോസ്റ്റ് സ്റ്റേബിൾ പൊസിഷൻ. 18ാമത്തെ ചോദ്യം, which among the following represents Ohm's law? Ohm's law ഈ താഴെ പറയുന്നതിൽ ഇതാണ് J equal to sigma A. B question, calculate the resistance of the material by drawing VI graph from the given values. അപ്പോൾ ഒരു VI ഗ്രാഫിന്റെ സ്ലോപ്പാണ് അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മളോട് പറഞ്ഞത് കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ. ഈ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആ മെറ്റീരിയലിന്റെ VI ഗ്രാഫിൽ നിന്നും കണ്ടെത്തണം. അപ്പോൾ ഒരു വെലോസിറ്റി കറന്റ് ഗ്രാഫിന്റെ സ്ലോപ്പാണ് അതിന്റെ റെസിസ്റ്റൻസ് ഓംസ് ലോ പ്രകാരം. അപ്പൊ നമുക്ക് സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കിട്ടും. 0.2 ഓം ആണ് ഇതിന്റെ റെസിസ്റ്റൻസ്. 19ാമത്തെ ചോദ്യം, ഇതൊക്കെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. You are supplied with a galvanometer, a low resistance and some connecting wires. Using a circuit diagram, show how will you convert the given galvanometer into an ammeter. Also, find the resistance of the converted ammeter. 19ന്റെ ആൻസർ, ഗാൽവനോമീറ്ററിനെ നമുക്ക് അമ്മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യാൻ ഒരു ഷണ്ട് റെസിസ്റ്റർ അതുമായിട്ട് കണക്ട് ചെയ്താൽ മതി. കണക്ടിങ് എ ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ ടു ഗാൽവനോമീറ്റർ വി ക്യാൻ കൺവേർട്ട് ഗാൽവനോമീറ്റർ ഇൻ ടു ആൻ അമ്മീറ്റർ. അവിടുത്തെ റെസിസ്റ്റൻസ് കാണാം, IG ഈക്വൽ ടു ക്യാപിറ്റൽ R × G ഈക്വൽ ടു I - IGS. അതിൽ നിന്നും ഷണ്ട് റെസിസ്റ്റൻസ് കണക്കാക്കാം, IG/RG / I - IG. ചോദ്യം, റൈറ്റ് കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇൻ വെക്ടർ ഫോം. അതിലെ ബി ക്വസ്റ്റ്യൻ, 2 ചാർജ് +8 NC and +2 NC are placed 40 cm apart in vacuum. Where should a third point charge be placed for it to be in equilibrium? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 പോസിറ്റീവ് ചാർജുകളെ കൺസിഡർ ചെയ്യുക. ഇനി ഈ Q1ന്റെ ചാർജ് എങ്ങോട്ടാണ്, ഔട്ട്വേർഡ് ആയിരിക്കുമല്ലോ. അപ്പൊ ഈ Q1 മൂലം Q2-ലുണ്ടാകുന്ന ചാർജിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഈ Q2 എന്ത് ചെയ്യും, Q1ന്റെ മേലും ഒരു റിപ്പൾസീവ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഈ Q1ന്റെ റിപ്പൾസീവ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇതും Q2-ന്റെ എന്താണ് ഔട്ട്വേർഡ് തന്നെയാണ്.
അപ്പൊ Q2 മൂലം Q1 ഉണ്ടാവുന്ന റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും ഇത്. അപ്പൊ ഇതാണ് F21, ഇത് F12. ഇനി F21 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ആക്ടിംഗ് ഓൺ 2 ഡ്യൂ ടു ചാർജ് 1. അത് 1/4πε0 Q1 Q2 by R21 square into R cap 21. F12 കാണാനോ? ഫോഴ്സ് ആക്ടിംഗ് ഓൺ Q1 ഡ്യൂ ടു Q2 ചാർജ് ആണ് ഇത്. അത് കാണാൻ F12 ഈക്വൽ ടു ഒക്കെ വെക്ടർ ഫോം 1/4πε0 Q1 Q2 by R12 square യൂണിറ്റ് വെക്ടർ R12. ബി ക്വസ്റ്റ്യന്റെ ആൻസറിനായിട്ട് Q1/x² ഈക്വൽ ടു Q2 by R minus x² എന്ന് എഴുതാം. നമ്മൾ എവിടെയാണ് ആ ചാർജ് പ്ലേസ് ചെയ്യുന്നത് എന്നാണ് കണ്ടെത്തേണ്ടത്. ഇങ്ങനെ ക്രോസ്, അപ്പം അത് അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് ആക്കി എടുക്കുന്നു. നമുക്ക് എക്സിനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇനി Q1 ആദ്യത്തെ ചാർജ് 8 × 10⁻⁹ ഇൻറ്റു 40 - x ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു രണ്ടാമത്തെ ചാർജ് ഇൻറ്റു x². അടുത്ത സ്റ്റെപ്പില് ഈ രണ്ടിനെ വെച്ചിട്ട് 8നെ സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 4 ഇൻറ്റു ഈ 10⁻⁹ ഇതും ക്യാൻസലായി. പിന്നെ ബാക്കി 4 ഇൻറ്റു 40 - x² ഈക്വൽ ടു സ്ക്വയർ ആണ്. അപ്പൊ എല്ലാത്തിനെയും നമ്മൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താല് ഇവിടെ 2 വരും, ഈ സ്ക്വയർ പോവും, ഈ സ്ക്വയർ പോയാൽ ബാക്കി നമുക്ക് 2 ഇൻറ്റു 40 - x ഈക്വൽ ടു x. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ 80 - 2x ഈക്വൽ ടു x ആണ്. എക്സിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ 8 - 3x ഈക്വൽ ടു 0. അപ്പൊ 3x ഈക്വൽ ടു 80, x ഈക്വൽ ടു 80 ഡിവൈഡ് ബൈ 3. നമുക്ക് ആൻസർ എത്ര കിട്ടുക? 26.67 സെന്റിമീറ്റർ ഫ്രം Q1. അവിടെ നമ്മൾ ചാർജ് കൊണ്ടുപോയി പ്ലേസ് ചെയ്താലാണ് ഈക്വിലിബ്രിയത്തിൽ നിൽക്കുക. മൂന്നാമത്തെ ചോദ്യം, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അതിലെ ബി ക്വസ്റ്റ്യൻ, when a dielectric is introduced between the plates of a parallel capacitor, what happens to the intensity of electric field between the plates? Why? അപ്പോൾ നമ്മൾ 2 പാരലൽ പ്ലേറ്റുകൾ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ പ്ലേറ്റുകൾക്കിടയിൽ ഇതിപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് മൂലം എന്താണ്? ഔട്ട്വേർഡിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഈ ഭാഗത്ത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിൽ നിന്നും ഇതേ ഡയറക്ഷനിൽ തന്നെ, കാരണം ഇൻവേർഡ് ആയിരിക്കും നെഗറ്റീവ് ചാർജ് മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്സിന്റെ ലൈൻസ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ കപ്പാസിറ്റർ ഈക്വൽ ടു ഇവിടെ σ/ε0, ഇവിടെ σ/ε0. ഇവ തമ്മിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് d ഡിസ്റ്റൻസിലാണ്. ഇവയുടെ ഏരിയയാണ് ക്യാപിറ്റൽ എ. ഓക്കെ, അപ്പൊ 2σ/2ε0. ഈ 2 ക്യാൻസൽ ചെയ്ത ഇൻസൈഡ് ദ കപ്പാസിറ്ററിലെ ഇലക്ട്രിക് ഫീൽഡ് σ/ε0 എന്ന് വരും. ഇനി നമുക്ക് ചാർജ് കാണാൻ ഇക്വേഷൻ എന്താ? സി വി രാമൻ ക്യൂവിലാണ് ഒക്കെ പറയാം. അതിൽ നിന്നും കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ C ഈക്വൽ ടു Q/V ആണ്. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ത് കിട്ടിയിട്ടുണ്ട്? σ/ε0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് Q/A ആണ്. അതിൽ നിന്ന് നമുക്ക് ക്യൂവിന്, ഇപ്പൊ ഈ ക്യൂവിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? Q ഈക്വൽ ടു σA. അപ്പൊ ക്യൂവിന് പകരം σAയും കൊടുക്കാം. അതുപോലെ വിക്ക് പകരം ED ആണ്. അപ്പൊ σε0 ഇൻറ്റു വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ്? V ഈക്വൽ ടു ED. അപ്പോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്ക് പകരം നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടില്ലേ σ/ε0. അപ്പൊ ഇക്ക് പകരം σε0. അപ്പോൾ എന്താണ്? C ഈക്വൽ ടു Q/V. ഇനി നമ്മൾ ക്യൂക്കും വിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടെത്താണ്. ക്യൂ എന്ന് പറഞ്ഞാല് σA ആണ്, വി എന്ന് പറഞ്ഞാൽ ED. അതിലെ ഇക്ക് പകരം σ/ε0 ഇൻറ്റു D കൊടുത്തു. ഇനി ക്യൂവിന് പകരം σA ഡിവൈഡഡ് ബൈ വിക്ക് പകരം σε0 ഇൻറ്റു D ഈക്വൽ ടു എന്ത് വരും? A ε0 ഡിവൈഡഡ് ബൈ D എന്ന് വരും.
ബി ക്വസ്റ്റ്യന്റെ ആൻസർ, ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? when a dielectric field is introduced between the plates of a parallel plate capacitor, what happens to the intensity of electric field? അതിന്റെ കാരണം, അപ്പൊ ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്യും. അതിന്റെ കാരണം, as a dielectric field is introduced, there is some charge distribution in the plate because of this. ഇവിടെ P കൊടുക്കുക. Because of this, the electric field between two plates is decreased, due to which the capacitor can hold more charge.